മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന സംഘർഷ സാഹചര്യങ്ങൾ ലോക എണ്ണ വിപണിയെ ആശങ്കയിലാക്കുന്നതിനിടെ ഇന്ത്യ ഇന്ധന വിതരണം ഉറപ്പാക്കാൻ അടിയന്തര നീക്കങ്ങൾ ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വഴി വരുന്ന എണ്ണ കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടാതിരിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ഫോൺ നയതന്ത്രം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര സാഹചര്യങ്ങളാൽ ഇന്ധന വിതരണത്തിൽ പ്രതിസന്ധി രൂപപ്പെടുമെന്ന ആശങ്കകൾക്കിടെ കൂടുതൽ എണ്ണ കപ്പലുകൾ ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം ശക്തമാക്കി. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനാൽ ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണക്കപ്പലുകളുടെ ഗതാഗതം സുരക്ഷിതമായി തുടരാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി ഫോൺ നയതന്ത്രം നടത്തുന്നതായാണ് റിപ്പോർട്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിൽ ഒന്നാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന എണ്ണയുടെ വലിയൊരു പങ്കും ഈ കടലിടുക്കിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. അതിനാൽ ഈ മേഖലയിലെ ഏതെങ്കിലും സംഘർഷാവസ്ഥയും എണ്ണ വിതരണത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു പങ്കും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് എത്തുന്നത്. അതിനാൽ വിതരണത്തിൽ തടസ്സമുണ്ടാകാതിരിക്കാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെടുകയും കൂടുതൽ കപ്പലുകൾക്ക് ഇന്ത്യയിലേക്ക് തിരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് നേതൃത്വത്തിൽ സ്ഥിതിഗതികൾ നിരന്തരം വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെ രാജ്യത്തെ പ്രധാന എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയും അധിക ഇറക്കുമതിക്ക് സാധ്യതകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ ഉറപ്പാക്കുന്നതിനായി മറ്റു മാർഗങ്ങളിലൂടെ കൂടി കപ്പലുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഇന്ധന വിതരണത്തിൽ ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണ്. രാജ്യത്തിനുള്ളിൽ പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കാതിരിക്കാൻ കൂടുതൽ കപ്പലുകൾ എത്തിക്കുന്നതടക്കമുള്ള നയതന്ത്ര നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.